നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2026 സീസണിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് പുറത്തായിരിക്കുകയാണ്. 5 തവണ ചാമ്പ്യന്മാരായ നീലപ്പട ഇത്തവണ വലിയ പ്രതീക്ഷകളോടെ ടീമിൽ അഴിച്ചുപണികൾ നടത്തിയാണ് എത്തിയത്. ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റന് കീഴിൽ ഇത്തവണ കിരീടം ഉറപ്പിച്ചാണ് മുംബൈ മുന്നോട്ടേക്ക് ഇറങ്ങിയതെങ്കിലും തൊട്ടതെല്ലാം പിഴയ്ക്കുന്നതാണ് കാണാനായത്. സീനിയർ താരങ്ങളെല്ലാം മുംബൈ ഇന്ത്യൻസിനെ കൈവിട്ടതോടെ ടീമിന് തുടർ തോൽവികളോടെ പ്ലേ ഓഫ് കാണാതെ പുറത്തു പോകേണ്ടി വന്നു. മുംബൈയുടെ ഈ തിരിച്ചടിക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കുന്നത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് തിരിച്ചു വരുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ രോഹിത്തിൻ്റെ പകരക്കാരനാകാൻ പോയിട്ട് രോഹിത്തിൻ്റെ 7 അയലത്തെത്തുന്ന ക്യാപ്റ്റൻസി മികവ് കാട്ടാൻ ഹാർദിക്കിന് സാധിക്കാതെ പോയി. ഗുജറാത്ത് ടൈറ്റൻസിനെ പ്രഥമ സീസണിൽ കപ്പടിപ്പിക്കുകയും രണ്ടാം സീസണിൽ ഫൈനൽ കളിപ്പിക്കുകയും ചെയ്ത ക്യാപ്റ്റനാണ് ഹാർദിക്. ഈ മികവ് മുംബൈയിലും ആവർത്തിക്കാം എന്ന കണക്കുകൂട്ടലിലായിരിക്കാം മുംബൈ മാനേജ്മെൻറ്റ് ഹാർദിക്കിനെ ടീമിലേക്ക് തിരിച്ചെത്തിച്ചത്. താൻ ടീമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ക്യാപ്റ്റൻസി വേണമെന്ന ഹാർദിക്കിൻ്റെ ഡിമാൻഡിന് മുന്നിൽ മുംബൈ മാനേജ്മെൻറ്റ് സമ്മതം മൂളാനും കാരണം ഇതുതന്നെയായിരിക്കും. പക്ഷേ ഈ കണക്കൂട്ടുകളെല്ലാം തെറ്റിയെന്ന് ഈ 2 സീസണിലൂടെ തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ മുംബൈ ടീം മാനേജ്മെൻ്റ് അടക്കം ഹാർദിക്കിനെതിരെ രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസം മുംബൈയുടെ മത്സരം പൂർത്തിയാകുന്നതിന് മുമ്പ് ടീമിൻ്റെ ഉടമയായ ആകാശ് അംബാനി ഗ്രൗണ്ട് വിട്ടതും ആരാധകരോട് ഗ്രൗണ്ട് വിടാൻ ആവശ്യപ്പെട്ടതുമെല്ലാം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. എന്തായാലും ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇനി മുംബൈ ഇന്ത്യൻസിനൊപ്പം മുന്നോട്ട് പോകുക പ്രയാസമായിരിക്കും. ഹാർദിക്കിനെ ഈ സീസണോടെ മുംബൈ കൈവിട്ടാൽ താരം എങ്ങോട്ട് പോകും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി ഉയരുന്നത്. ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള ഹാർദിക്കിൻ്റെ കൂടുമാറ്റമാണ്. കഴിഞ്ഞ ദിവസം CSKക്കെതിരായ മത്സരത്തിനിടെ CSKയുടെ ടീം മാനേജ്മെൻറ്റ് വൃത്തങ്ങളുമായി ഹാർദിക്ക് സംസാരിക്കുന്ന ചില ചിത്രങ്ങളും വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ ഹാർദിക്കിൻ്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റ അഭ്യൂഹങ്ങളും ശക്തമാണ്. അടുത്ത സീസണിൽ ഹാർദിക്കിനെ മുംബൈ കൈവിട്ട് കഴിഞ്ഞാൽ ഹാർദിക്ക് CSKയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ അതിൽ ഹാർദിക്കിൻ്റെ നിലപാട് നിർണായകമായിരിക്കും. ക്യാപ്റ്റൻ സ്ഥാനം ആവശ്യപ്പെട്ടാൽ ഹാർദിക്കിനെ എന്തായാലും CSK പരിഗണിക്കാൻ സാധ്യതയില്ല. കാരണം ഋതുരാജ് ഗൈക്വാദ് ഇതിനോടകം അവിടെ ക്യാപ്റ്റനായിട്ടുണ്ട്. പിന്നാലെ സഞ്ജു സാംസൺ അവസരം തേടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഹാർദിക്കിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എന്തായാലും അവർ പരിഗണിച്ചേക്കില്ല. പകരം ഒരു മികച്ച പേസ് ഓൾറൗണ്ടർ എന്ന നിലയിലേക്ക് ഹാർദിക്കിനെ എന്തായാലും പരിഗണിക്കാൻ സാധ്യതകളുണ്ട്. കാരണം നിലവിൽ ജാമി ഓട്ടനാണ് അവരുടെ പേസ് ഓൾറൗണ്ടർ. മികച്ചൊരു ഇന്ത്യൻ പേസ് ഓൾറൗണ്ടറെ CSKക്ക് അത്യാവശ്യമാണെന്ന് പറയാം. ഈ സാഹചര്യത്തിൽ ഹാർദിക്ക് അത്തരമൊരു കൂടുമാറ്റത്തിന് തയ്യാറായാൽ തീർച്ചയായിട്ടും CSK പരിഗണിച്ചേക്കും. ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് തിരിച്ചു പോകാൻ ഇനിയൊരു സാധ്യത ഇല്ലെന്ന് പറയാം. കാരണം 2 തവണ ടീമിനെ മികച്ച നിലയിലേക്ക് എത്തിക്കാൻ ഹാർദിക്കിന് സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഗുജറാത്തിനെ നയിക്കുന്നത് ശുഭ്മാൻ ഗില്ലാണ്. ഇപ്പോൾ ഹാർദിക്ക് തിരിച്ചെത്തുമ്പോൾ ക്യാപ്റ്റൻ സ്ഥാനം ഇല്ലാതെ ഗുജറാത്തിനൊപ്പം കളിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഗുജറാത്തിലേക്ക് ഇനിയൊരു മടങ്ങിപ്പോക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ച് എളുപ്പമായിരിക്കില്ല. ഹാർദിക്കിന് ക്യാപ്റ്റൻ സ്ഥാനം വേണമെങ്കിൽ ഇനി അദ്ദേഹത്തിന് മുന്നിൽ 3 വഴികളാണുള്ളത്. 3 ടീമുകൾ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റും. ഒന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. നിലവിൽ അജിങ്ക്യ രഹാനെയാണ് അദ്ദേഹത്തിന് കീഴിലാണ് ടീം മുന്നോട്ട് പോകുന്നത്. രഹാനയ്ക്ക് കീഴിൽ KKRന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രഹാനെ കൊൽക്കത്ത ഈ സീസണോട് ഒഴിവാക്കാനാണ് സാധ്യത. ഇതോടെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വേണമെങ്കിൽ KKRൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്താനുള്ള അവസരമുണ്ട്. എന്താവും KKR ടീം മാനേജ്മെൻറ്റിൻ്റെ നിലപാടെന്നത് ഇക്കാര്യത്തിൽ നിർണായകമാണ്. കൂടാതെ ഡൽഹി ക്യാപിറ്റൽസാണ് ഹാർദിക്കിന് പരിഗണിക്കാവുന്ന മറ്റൊരു ടീം. നിലവിൽ അക്ഷർ പട്ടേലാണ് ഡൽഹിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തുള്ളത്. അക്ഷർ പട്ടേലിന് കീഴിൽ ഡൽഹിക്ക് പ്രതീക്ഷിച്ച നിലവാരം കാട്ടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാർദിക്കിന് നായകൻ എന്ന നിലയിൽ ആ ടീമിലേക്ക് എത്താനുള്ള അവസരം മുന്നിലുണ്ട്. KL രാഹുൽ ഡൽഹിക്കൊപ്പം ഉണ്ട്. രാഹുലും ഹാർദിക്കും മികച്ച സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കൂടുമാറ്റത്തിൽ രാഹുലിനൊരു പിന്തുണ കൂടി ഹാർദിക്കിന് ലഭിച്ചേക്കും. അതുകൊണ്ട് ഡൽഹി അദ്ദേഹത്തിന് പരിഗണിക്കാവുന്നൊരു ടീമാണ്. മറ്റൊരു ടീം ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. നിലവിൽ ഋഷഭ് പന്താണ് ലക്നൗവിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തുള്ളത്. ഋഷഭിന് കീഴിൽ പ്രതീക്ഷിച്ച പ്രകടനം ലക്നൗ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാർദിക്കിന് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്താനുള്ളൊരു അവസരം അവിടെയുമുണ്ട്. പക്ഷേ ലക്നൗ നമുക്കറിയാം, ഓണർ സഞ്ജയ് ഗോയങ്കരു കീഴിൽ കളിക്കുക എന്നുള്ളത് പ്രത്യേകമായൊരു കഴിവ് വേണ്ട കാര്യം തന്നെയാണ്. കാരണം KL രാഹുൽ അടക്കം മടുത്തിട്ടിട്ട് പോയൊരു ടീമാണ്. നിലവിൽ ഋഷഭ് പന്തിനും വലിയ വിവാദങ്ങൾ ടീമിൻ്റെ ഓണറുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയെ പോലൊരാൾ ലക്നൗവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതകളാണ് ഏറെ. എന്തായാലും നിലവിൽ ഹാർദിക് പാണ്ഡ്യ മുംബൈ വിട്ടാൽ
ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് തന്നെ കൂടുമാറ്റം നടത്താനുള്ള സാധ്യതകളാണ് ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസണും ഹർദിക് പാണ്ഡ്യയും ഒരുമിച്ച് അടുത്ത സീസണിൽ CSKയ്ക്കായി ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയായാലും ഇതൊക്കെ റൂമറുകൾ മാത്രമാണ്. എന്താവും അന്തിമമായ നീക്കമെന്നത് കാത്തിരുന്ന് തന്നെ നമുക്ക് കണ്ടറിയാം.